കുക്കറിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കുക്കർ ഏതാണെന്ന് പറയാം. ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡായിട്ടുള്ള ദ ഇൻഡ്യൂസ് വാലിയുടെ ട്രിപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 1.5 ലിറ്ററിൻ്റെ കുഞ്ഞു കുക്കറാണ് കേട്ടോ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലുക്കിലാണെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കുക്കർ. ഇത് 3 ലിറ്ററിലും 5 ലിറ്ററിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രമല്ല കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്താൽ മതി. ഇത് 3 ലെയർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയാണ് കേട്ടോ. അടി നല്ല കട്ടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കുക ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ചൂടൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ഒരു കുക്കറും കൂടിയാണ്. അതുപോലെ തന്നെ ഈ കുക്കറിന് 5 ഇയേഴ്സ് വാറണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഡിയാൻസ് എന്നുള്ള നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി വെക്കാനായിട്ട് ഞാനിവിടെ കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുഞ്ഞു കുക്കറായതുകൊണ്ടാണ് കുറേ ഒഴിച്ച പോലെ തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 2 മീഡിയം സൈസുള്ള സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വഴറ്റിയെടുക്കുക ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വഴറ്റുന്നില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ, എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആവട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല വിസിൽ വരാനായിട്ട്. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ഇത് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫുള്ള് പ്രഷറൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിത് തുറക്കാനായിട്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ തവി വെച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരും. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ലപോലെ വെള്ളമൊക്കെ ഇത് വന്ന് കിടപ്പുണ്ട്. നമ്മൾ ആ ഒരു പുളിവെള്ളം ചേർത്തു, അതുപോലെ തന്നെ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അടുക്കി പിടിക്കാത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് നമ്മൾ കാശ്മീരിയാണ് ചേർക്കുന്നത്, കാണാൻ നല്ല മുഞ്ചുണ്ടാവും കളർ കാണണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. സാധാ മുളകാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഒരു കറിയൊന്നുമല്ല, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇത് ചെയ്യുന്നത് മത്തി വെച്ചിട്ടാണ് കേട്ടോ, അയല വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മത്തീൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മത്തി എല്ലാം കൂടെ നമ്മൾ ചേർത്തതിന് ശേഷം ആ മസാല ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നാലും നന്നായിട്ട് അടിയിലും മേലേക്കായിട്ട് ആ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് ഈ നേരത്തെ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ അത്രയേ വേണ്ടുള്ളൂ. ചെറിയ മീനാണെങ്കിൽ ഒരു വിസിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം തന്നെ തുറക്കരുത്, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നല്ല പോലെ നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ മുഴുവൻ ഇതിൻ്റെ മേലെ വന്ന് കിടപ്പുണ്ടാവും. കാണാനും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തവി വെച്ച് മിക്സ് ചെയ്യണ്ട, അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താലും മതി.
അതിനുശേഷം നമുക്കിത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അവസാനമായിട്ട് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഉണ്ടാക്കി നോക്കുക, എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.